ജീവനും ജീവിതത്തിന്റെ 126 സെഷനിലേക്ക് ക്രിസ്തുയേശുവിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിലെയും വിലങ്ങാടിലെയും ഒക്കെ സമാനതകളില്ലാത്ത ദുരന്ത മുഖത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന് പ്രത്യേകമായിട്ടുള്ള സെഷനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദുരന്തങ്ങളും ദൈവവും. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന കോളേജിൽ നിന്ന് ഒരു റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വയനാട്ടിലുള്ള ചൂരൽമലയിൽ പോയിരുന്നു. നമ്മൾ അവിടെ ചെന്ന് അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത്. ഈ ദുരന്തം നടന്ന സ്ഥലങ്ങൾ നേരിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ തീർത്തും ഒരു മരണ താഴ്വരയുടെ കാഴ്ചയാണ്. ശേഷിക്കുന്ന ആളുകൾക്ക് കണ്ണുനീരിന്റെ യഥാർത്ഥ താഴ്വരയാണ്. ഒരാളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പോയി, അദ്ദേഹവും മക്കളും മാത്രം, 2 മക്കളും മാത്രം അവശേഷിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഭാര്യ മരിച്ചുപോയി എന്നല്ല, എൻ്റെ ഭാര്യ മിസ്സായി എന്നാണ്. അവർക്ക് എത്രത്തോളം അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് ദുരന്ത കഥകൾ അനേകർക്ക് പറയാനുണ്ട്. നാം ചിന്തിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറമാണ് അവിടുത്തെ അവസ്ഥ. ഒരൊറ്റ ദിവസം കൊണ്ട് അനേകരുടെ ജീവിതം തന്നെ മാറി മറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ദൈവമേ എന്ന് വിളിച്ച് ഒന്നും മിണ്ടാതെ കരയുന്നവരുണ്ട്. എന്തുകൊണ്ട് ഇത് ദൈവമേ എന്ന് പരാതിപ്പെടുന്നവരുണ്ടായിരിക്കാം. ദൈവമില്ല എന്ന് അടിവരയിട്ട് പറയുന്നവരുണ്ടാകാം. ദൈവത്തിന്റെ പങ്കിനെ വേദശാസ്ത്രപരമായിട്ട് പരതുന്നവരും ഉണ്ടാകാം. നമ്മുടെ ചുറ്റിലുമുള്ള ഈ സംഭവങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ പറ്റി അറിയുകയും കൂടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള സുഹൃത്തുക്കളും മറ്റു പലരും ഒക്കെയും ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ വളരെ സമ്മർദ്ദത്തിലായി പോകുന്നുണ്ടോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. ഇനി പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ പുറത്തു പറയാതെ നാം ഇങ്ങനെയുള്ള ആശയ സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടോ? നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് ഇത് അവശേഷിക്കുന്നുണ്ട്. ദുരന്തങ്ങളുടെ മധ്യേ ദൈവം എവിടെയാണ്? ഉത്തരങ്ങൾക്കായിട്ട് നമുക്കിന്ന് കാതോർക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേദശാസ്ത്രപരമായിട്ട് ജോസഫ് പനച്ചി സഹോദരൻ അവതരിപ്പിക്കുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ വിചിന്തനത്തിന് ഇന്ന് വിധേയമായിരിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയവുമാണ് ദുരന്തങ്ങളും അതുപോലെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ എങ്ങനെ അവിടെ നമുക്ക് ദൈവപരിപാടി എങ്ങനെ ദർശിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം. ഇപ്പോഴും വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലാണ് ഈ ഒരു ചോദ്യം പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിലേക്കെന്നല്ല, അതിൻ്റെ വേദന അനുഭവിക്കുന്ന ദർശിക്കുന്ന അതിന് ദൃക്സാക്ഷികളായ അനേക മനുഷ്യരുടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടപെടാത്തത്? എന്തുകൊണ്ട് ആ ദൈവം രക്ഷിച്ചില്ല? ചെറിയവരും വലിയവരുമായിരിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ അവിശ്വാസികൾ മാത്രമല്ല വിശ്വാസികളും ഹൃദയത്തിൽ ചോദിക്കുകയെങ്കിലും ചെയ്ത ഒരു ചോദ്യമാണ്, ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എവിടെയാണ്? അപ്പൊ ഈ ദുരന്തങ്ങൾ ദൈവത്തിലേക്കും ദൈവപ്രവർത്തനത്തിലേക്കും ഒരുപക്ഷെ ദൈവാസ്തിത്വത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുമ്പോൾ അതിനെന്ത് ഉത്തരം നൽകും? ഇതൊരു വലിയ ദൈവശാസ്ത്ര വിഷയം കൂടിയാണ്. തിയോഡിസി എന്നാണ് അതിന് ദൈവശാസ്ത്രജ്ഞന്മാരും ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്ന ഒരു വിഷയം. ഡേവിഡ് ഹ്യൂം എന്ന ഒരു ചിന്തകൻ, ഒരു തത്വചിന്തകൻ, ഒരു നിരീശ്വരനാണോ വിശ്വാസം തള്ളിയ ആളാണെന്ന് വ്യക്തമായി അറിയില്ലെങ്കിലും ദൈവത്തിന്റെ നമ്മളെ പോലുള്ള പ്രവർത്തനങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഈ പ്രശ്നത്തെ അദ്ദേഹം പ്രസിദ്ധമായി പറഞ്ഞിരിക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന് തിന്മയെ തടയാൻ മനസ്സുണ്ട്, പക്ഷെ കഴിയുന്നില്ല എങ്കിൽ അവൻ സർവശക്തനല്ല. ദൈവത്തിന് കഴിവുണ്ട്, പക്ഷെ മനസ്സില്ല എങ്കിൽ ദൈവം നല്ലവനല്ല. കഴിവും മനസ്സും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തിന്മ നിലനിൽക്കുന്നു?
ഈ പ്രശ്നത്തെ അദ്ദേഹം വിശദമാക്കിയത് ഇങ്ങനെയാണ്. സാധാരണ അതിൻ്റെ കൺക്ലൂഷനായിട്ട്, നിഗമനമായിട്ട് ആളുകൾ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് കഴിയുകയില്ല. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, സ്നേഹവാനും സർവശക്തനുമായ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ആ ദൈവം അനുവദിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്, ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. ഇതാണ് അവരുടെ വാദഗതി. പലപ്പോഴും പല രീതിയിൽ ഈ വാദം ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണ ആളുകൾ ഇങ്ങനെ ഒരു വാദമൊക്കെ പറയുമ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിന്മയുണ്ടെങ്കിൽ അതുകൊണ്ട് ദൈവമില്ല എന്ന് വരികയാണെങ്കിൽ ലോകത്തിൽ എന്തുമാത്രം നന്മയുണ്ട്. ധാർമ്മിക നന്മകളുണ്ട്, സാമൂഹ്യ നന്മകളുണ്ട്. ഈ പ്രകൃതിയുടെ പ്രവർത്തനത്തിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നതും മഴ പെയ്യുന്നതും, അങ്ങനെ എന്തുമാത്രം നന്മകളുടെ ഒരു കേന്ദ്രമാണ് ഈ ലോകം. തിന്മയുണ്ട് എന്നുള്ളത് ദൈവമില്ല എന്നുള്ള വാദമാണെങ്കിൽ നന്മയുണ്ട് എന്നുള്ളത് ദൈവമുണ്ട് എന്നുള്ളതിന്റെ വാദവുമാകാമല്ലോ. ഇങ്ങനെയൊക്കെ വാദിക്കാമെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരുപാട് ആളുകൾ ഈ വാദത്തെ ഒന്നും എടുക്കുന്നില്ല. ദൈവമില്ല, ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന നിഗമനത്തിലേക്കാണ് വരുന്നത്. എന്നാൽ വളരെ ഈ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ബൈബിളിലെ ദൈവത്തെ സംബന്ധിച്ചാണ് ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ടിരിക്കുന്നത്. മറ്റ് പല ദൈവ കാഴ്ചപ്പാടുകളിലും ദൈവവിശ്വാസങ്ങളിലും ഈ ചോദ്യം അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം തിന്മയെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവസങ്കല്പമാണ് പലരും മുറുകെ പിടിക്കുന്നത്. ഒരു ദൈവസങ്കല്പം നമുക്കറിയാമല്ലോ. ഇങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ലീലാവിലാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് അവരതിനെ ഉൾക്കൊള്ളാനുള്ള ശ്രമമാണ്. ഇനി വേറെ ചില ചിന്തകളില് കുറച്ച് തിന്മയും കപടതയും ഒക്കെ ഉള്ള ഒരു ദൈവമാണ് അവർ ദൈവം എന്ന് വിളിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളെയൊക്കെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിയും. എന്നാൽ വേദപുസ്തകത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന, വെളിപ്പെട്ടിരിക്കുന്ന ആ ദൈവം സർവശക്തനാണ്, സ്നേഹപൂർണനായിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ, അങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിച്ചാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും എങ്ങനെ സംഭവിക്കും എന്നാണ് വിശദീകരണം ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം. അതായത് ക്രിസ്തീയ വേദശാസ്ത്രത്തിനാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇരിക്കുന്നത്. എന്നാൽ രസകരമായിരിക്കുന്ന ഒരു വൈരുദ്ധ്യം, ഒരു കൂട്ടം ആളുകളെ തിന്മ ദൈവത്തിൽ നിന്നും അകറ്റുകയാണ്. ഈ തിന്മയുണ്ടെങ്കിൽ ദൈവം ഇല്ല എന്ന് അവർ പറയാൻ ശ്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു കൂട്ടത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത് ജീവിതത്തിൽ നേരിടുന്ന തിന്മകളാണെന്നുള്ളതാണ് സത്യം. അതായത് തിന്മ അവിശ്വാസിയെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവത്തിങ്കിലേക്ക് അടുത്തു നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ തിന്മയാണ്. കാരണം മരണമല്ല ഏറ്റവും വലിയ തിന്മ. മരണത്തെ, മറ്റുള്ള തിന്മകളും ദോഷങ്ങളും എല്ലാം അത് ഏത് വിധത്തിലാണെങ്കിലും അവസാനം മരണത്തിലേക്കല്ല നയിക്കുന്നത്. പൗലോസ് പറഞ്ഞാൽ ഒടുക്കത്തെ ശത്രു, അവസാനത്തെ ശത്രു, അത് നശിപ്പിക്കുന്ന ശത്രുവാണ്. ആ മരണം എന്ന യാഥാർത്ഥ്യമല്ലേ യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിച്ചത്. അപ്പൊ തിന്മ ദൈവത്തിൽ നിന്ന് ഒരു കൂട്ടരെ അകറ്റുമ്പോൾ തിന്മ ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടിവേറ്ററായിട്ട്, ഒരു പ്രേരക ശക്തിയായിട്ട് വരികയാണ്. C.S. ലൂയിസിന്റെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്ക് ഓർക്കുന്നുണ്ടാവുമല്ലോ. ദൈവം God whispers to us in our pleasures, speaks in our conscience, but shouts in our pains. It is his megaphone to rouse a deaf world. ദൈവം നമ്മുടെ സന്തോഷങ്ങളിൽ മന്ത്രിക്കുകയും മനസാക്ഷിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ വേദനകളിൽ ഉച്ചത്തിൽ നമ്മളോട് ഇടപെടുകയാണ്. വേദനകൾ എന്നുള്ളത് ഒരു ബധിര ലോകത്തെ ഉണർത്താനുള്ള ദൈവത്തിന്റെ മെഗഫോണാണ്. അതായത് വേദനയുടെ മുമ്പിലാണ് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്ന്. അതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ള വാദം തിന്മ ഉയർത്തുമ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കാനുള്ള മുഖ്യ പ്രേരകമായിട്ടാണ് തിന്മ ഇരിക്കുന്നത് എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു വിരോധാഭാസമായിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിന്മയുടെ എന്ന യാഥാർത്ഥ്യം അത് ദൈവത്തിൽ നിന്നും അകലാനല്ല,
ദൈവത്തിലേക്ക് അടുത്തു വരാനായിട്ടാണ് പ്രേരിപ്പിക്കുന്നത് എന്നത് ക്രിസ്തീയ വിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഏതൊരു ലോകവീക്ഷണത്തെക്കാളും ബൈബിൾ തിന്മ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ മതിയായതും സഫിഷ്യന്റ് ആയതും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷാ നിർഭരവുമായിരിക്കുന്ന ഒരു ഉത്തരം ബൈബിൾ നൽകുന്നുണ്ട് എന്നതാണ് വസ്തുത. ഒരുപക്ഷെ തിന്മ എന്ന യാഥാർത്ഥ്യത്തെ പറ്റി സമ്പൂർണമായ ഒരു താത്വിക വിശദീകരണം നമുക്ക് നൽകാൻ എല്ലാ നിലയിലും കഴിയുന്നുണ്ട് എന്ന് ആരും തന്നെ അവകാശപ്പെടുന്നില്ല. എന്നാൽ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഈ തിന്മ എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ ഒരു വ്യക്തിക്ക് നേരിടാൻ കഴിയും എന്ന് ചോദിച്ചാൽ, അതിനെ അഭിമുഖീകരിക്കാൻ ഒരു വ്യക്തിയെ ഏറ്റവും സജ്ജമാക്കുന്നത്, അത് പ്രത്യാശയോടെ സമീപിക്കാൻ സജ്ജമാക്കുന്നത് ക്രിസ്തീയ ലോകവീക്ഷണത്തെ പോലെ മറ്റൊരു ലോകവീക്ഷണം അതിന് ഇല്ല. ഉദാഹരണത്തിന്, ദൈവം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ, ദൈവം ഇല്ല, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നില്ലല്ലോ. പ്രശ്നത്തെ ഒന്നുകൂടെ വഷളാക്കുന്നേ ഉള്ളൂ. ഒരാശ്രയമില്ല എന്ന് പറയുന്നത് അല്ലാതെ അതിന് ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ഇപ്പം ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ നിർത്താൻ പറ്റിയല്ല, ക്ഷാമം നിർത്താൻ കഴിയല, ഭൂമി ഉരുക്കോ പേമാരിയോ നിർത്താനായിട്ട് കഴിയുന്നില്ല. ദൈവം ഇല്ലേലും പെയ്യും, കൊണ്ടേലും പെയ്യും. പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് ഈ വാദഗതികൾ ഇരിക്കുക. കാരണം പല യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടില്ലേ, ഇതിന്റെയൊക്കെ മുന്നിൽ മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് പ്രകൃതിയുടെ ഒരു നിർദ്ദയമായിരിക്കുന്ന കൈകളിൽ തകർന്ന് നശിക്കാൻ മാത്രം വിധിക്കപ്പെട്ട നിസ്സഹായ ജന്മങ്ങൾ മാത്രമാണ് മനുഷ്യർ എന്ന കൺക്ലൂഷനിലേക്ക് അവരെത്തുന്നേ. എന്നാൽ ബൈബിളിലെ വീക്ഷണം അങ്ങനെ ഒരു നിസ്സഹായ മനുഷ്യനെ അല്ല കാണിക്കുന്നത്. തിന്മയുടെ മുമ്പിൽ സഹിഷ്ണുതയോടും ശുഭപ്രതീക്ഷയോടും എന്ന് മാത്രമല്ല, അതിനെ അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ഉത്സാഹത്തോടെ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു വീക്ഷണമായിട്ടാണ് തിന്മയെ പറ്റിയുള്ള ബൈബിൾ വീക്ഷണം നമുക്ക് ധൈര്യം നൽകുന്ന ഒരു ബൈബിൾ വീക്ഷണമാണ്. അത് യുക്തിസഹമാണ്, അത് ആശ്വാസകരമായിരിക്കുന്ന ഒന്നാണ്. തിന്മ എന്ന യാഥാർത്ഥ്യത്തെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിശാലമായിരിക്കുന്ന ഒരു ചിന്താ ശാഖയാണ്. എന്നാൽ ആ വിശാല കാര്യത്തെ 7 ചെറിയ ആശയങ്ങളായിട്ട് ഞാൻ അല്പസമയം കൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ഈ സമയത്ത് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ബൈബിളിലെ ദൈവം തിന്മയുടെ ദൈവമല്ല, നന്മയുടെ ഉറവിടമാണ്. ബൈബിൾ ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ദൈവം നന്മയുടെ ഉറവിടം എന്ന നിലയിലാണ്. സാധാരണ അഭക്തർക്ക് മാത്രമല്ല, ഭക്തന്മാർക്കും ഒരു വിശ്വാസമുണ്ട്, ദൈവം ആണ് തിന്മ അനുവദിക്കുന്നത്, തിന്മ തരുന്നത് എന്നുള്ളൊരു ചിന്ത. ഇപ്പൊ ഭക്തി കൂടുന്നതിനനുസരിച്ച് വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ദൈവം തന്നതാണ്, ദൈവമാണ് ഇതൊക്കെ ഇങ്ങ് വെച്ച് തന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു പ്രവണതയാണ് ആളുകൾക്കുള്ളത്. രോഗമാണെങ്കിലും മരണമാണെങ്കിലും ഇനി പരാജയങ്ങളാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ ദൈവം തന്നതാണ്, സന്തോഷത്തോടെ സ്വീകരിക്കാം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ്, കർത്താവിന്റെ കയ്യിൽ നിന്നാണ് ഈ ദുഃഖം വരുന്നത് എന്ന ഒരു ചിന്താഗതി ആളുകൾ പുലർത്തുന്ന വഴി അതിനെ കുറച്ചുകൂടെ സ്വീകാര്യമാക്കി തീർക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ നമുക്ക് വ്യക്തമാക്കുന്ന ചിത്രം, ഈ ദുഃഖങ്ങളും ദുരന്തങ്ങളും ദൈവമല്ല തരുന്നത്, അത് തരുന്ന ആള് ദൈവത്തിന് എതിരായിരിക്കുന്ന ചിത്രശക്തികളാണ്. തിന്മയുടെ ശക്തി ദൈവമല്ല, തിന്മയുടെ ഉറവിടം പിശാചാണ് എന്നല്ലേ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ദൈവരാജ്യത്തെ പറ്റി ഉപമ പറയുമ്പോൾ ഒരു ഉപമ പറയുന്നുണ്ട്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചപ്പോൾ അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പെന്റെ കളപ്പൊലിയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ വിശദീകരണമായിട്ട് കർത്താവ് 36 മുതൽ വാക്കുകളിൽ പറഞ്ഞു. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ ചെന്ന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു.
വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച് ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീരിട്ട് ചുടുമ്പോൾ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞ ഉപമയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു വയൽ ലോകം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആ മഹാരാജ്യ പരിപാടിയിൽ തിന്മ എങ്ങനെ വന്നുവെന്നും ഈ തിന്മയ്ക്ക് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ തിന്മയെ ദൈവം ഇപ്പോഴും അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ ഉപമ വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പൊ ഈ വാക്യത്തിൽ നമുക്കറിയാം, ദൈവത്തെ ഇവിടെ യജമാനനെ കാണിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ച മനുഷ്യനോട് തുല്യനായിരിക്കുന്നു. ദൈവം ലോകത്തിൽ വിതച്ചത് നല്ല വിത്താണ്. ശരിയായതേ ദൈവം ചെയ്തിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി പരിപാടി, ദൈവത്തിന്റെ മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള പരിപാടി കാണുമ്പോൾ അവിടെ തന്നെ ദൈവം സൃഷ്ടിച്ച കാര്യം എല്ലാം നല്ലത് തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം നല്ലത്, വളരെ നല്ലത് എന്ന് പറഞ്ഞാണ് ദൈവം സൃഷ്ടിച്ചത്. യാക്കോബിന്റെ ലേഖനം 1:17 വാക്യത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവത്തെ ബൈബിൾ കാണിച്ചു തരുന്നത് ദൈവം വെളിച്ചമാകുന്നു എന്നാണ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ദൈവത്തെ നമ്മള് തിന്മയുടെ ഉറവിടമായിട്ടല്ല, എത്ര ഭക്തി കൂട്ടിയാലും തിന്മയായിരിക്കുന്ന കാര്യം, രോഗവും കഷ്ടതയും വേദനയും അപകടങ്ങളും മരണവും ഒക്കെ തരുന്ന ഒരാളായിട്ടല്ല, ദൈവം നന്മ തരുന്ന, ശരിയായത് തരുന്ന ഒരു ദൈവമായിട്ടാണ്, അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ദൈവമായിട്ടാണ് ഇരിക്കുന്നത്. തിന്മയെ ഒരു അനുഗ്രഹമായിട്ടല്ല, അനുഗ്രഹത്തിന്റെ അഭാവമായിട്ടാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില പ്രാർത്ഥനകളിൽ, ചില സ്ഥലത്തെ പ്രാർത്ഥനകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. ദൈവത്തെ ബൈബിളിൽ വെച്ചിരിക്കുന്നത് ജീവനായകൻ എന്നാണ്. മരണത്തിന്റെ നാഥൻ, മരണത്തിന്റെ അധികാരി എന്ന് വിളിച്ചിരിക്കുന്ന ആരെയാ? മരണാധികാരിയായിരിക്കുന്ന പിശാച്. മരണം ശത്രുവല്ലേ, ഒടുക്കത്തെ ശത്രു. അത് തിന്മയുടെ ഏറ്റവും വലിയ വിജയമാണ് മരണത്തിലുള്ളത്. ആ മരണത്തെ ജയിക്കുമ്പോഴാണ് തിന്മയെല്ലാം ജയമുള്ളത്. അപ്പൊ മരണം പിശാച് ലോകത്തിലേക്ക് കൊണ്ടുവന്ന, ദുഷ്ടൻ ലോകത്തിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു അതിക്രമിച്ചു കയറിയ ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നന്മയാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാത്തരം തിന്മയുടെയും കാരണം മനുഷ്യൻ ദൈവത്തെയും ദൈവ വഴികളെയും തിരസ്കരിച്ചതാണ്. വളരെ ലളിതവും എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്ന, സുവിശേഷം അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രാഥമികമായ ഒരു ദൈവശാസ്ത്രമാണ്. തിന്മയുടെ കാരണം മനുഷ്യൻ ദൈവത്തെയും ദൈവ വഴികളെയും ഉപേക്ഷിച്ചതാണ്. ഇത് നമ്മൾ ദൈവവിശ്വാസികൾ മാത്രമല്ല പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂമിയിലെ ഉരുൾപൊട്ടൽ എന്ന ദുരന്തം ഉണ്ടായപ്പോൾ ശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ദൈവത്തെ കുറ്റം പറഞ്ഞോ? ശാസ്ത്രജ്ഞന്മാരാരും ദൈവത്തെ പറഞ്ഞു? അത് ദൈവത്തെ പറയല്ലോ പൊതുവെ. അവര് പറഞ്ഞെന്താ? ഉരുൾപൊട്ടിയതിന്റെ കാരണം എല്ലാം ശാസ്ത്രീയ കാരണങ്ങളാ. ഈ ശാസ്ത്രീയ കാരണത്തിന്റെ ഒക്കെ കാരണക്കാരാരാന്നാ പറഞ്ഞത്? മനുഷ്യനാണ് ഉരുൾപൊട്ടിച്ചതെന്നാ പറയുന്നത്. ഖനനം നടത്തിയത് മനുഷ്യര്, മരം വെട്ടിയത് മനുഷ്യര്, തൂമ്പാകളച്ച് കൃഷി ചെയ്തത് മനുഷ്യര്, അവിടെ പോയി വീട് വെച്ചത് മനുഷ്യര്, എല്ലാം മനുഷ്യരാ. ഇനി കാലാവസ്ഥ വ്യതിയാനം പറഞ്ഞാലും അതും മനുഷ്യരാ. ലോകത്തിന്റെ അന്തരീക്ഷ സ്ഥിതിയൊക്കെ മാറിയത് അതൊക്കെ മനുഷ്യരാണ്. അപ്പൊ ആരാ ഉരുള് പൊട്ടിച്ചത്? ആരാന്ന് ചോദിച്ചാൽ ആരാ കാരണം? ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു ദൈവം. അത് തന്നെയല്ലേ ബൈബിളും പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ചിന്തിക്കുന്ന മനുഷ്യൻ. ദൈവത്തെ വെറുതെ കളിയാക്കാൻ ദൈവമില്ല എന്ന് പറയാനൊക്കെ പറഞ്ഞല്ലാതെ ചിന്തിച്ച് പറഞ്ഞവരൊക്കെ പറഞ്ഞത് ഉരുൾപൊട്ടത്തിലുള്ള കാരണം ദൈവമല്ല, തിന്മ വരുത്തിയ ദൈവമല്ല, അത് മനുഷ്യന്റെ പിടിപ്പുകേടാണ്, മനുഷ്യനാണ് എന്നല്ല അവർ പറഞ്ഞത്. ബൈബിളും അതാ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യന്റെ ആദ്യ പാപത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. സകല ദുരന്തങ്ങളുടെയും തുടക്കം അവിടെയല്ലേ? ദൈവം വെച്ച പ്രമാണങ്ങളെ മാറ്റി, ദൈവത്തെ മാറ്റി, ദൈവ വഴികളെ വിട്ട് പിശാചിന്റെ അവന് ദോഷം വരുത്തുന്ന വഴികളെ സ്വീകരിച്ചു. തോട്ടത്തിലൊരു മരം നട്ടു എന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ പ്രതീകാത്മക അർത്ഥം കൂടി നമ്മൾ കണക്കെടുക്കണം. എന്താ അത് സൂചിപ്പിച്ചത്? നിന്റെ നന്മ ഞാൻ പറയാമെന്നാണ് ദൈവം പറഞ്ഞത്.
മനുഷ്യനോട് പിശാച് പറഞ്ഞു, ദൈവം പറഞ്ഞത് അല്ല നന്മ, ഞാൻ പറയുന്നതാണ് നന്മ. ഞാൻ പറയുന്നത് കേട്ടാൽ അതാണ് നിനക്ക് നന്മ വരാനിരിക്കുന്നത്. ദൈവത്തെയും ദൈവാശ്രയത്വത്തെയും വിട്ട് ദൈവ വഴികളെ നിഷേധിച്ച് മനുഷ്യൻ തൻ്റെതായ വഴികൾ, പൈശാചികമായ വഴിയെ തിരഞ്ഞെടുത്തപ്പോൾ സകല തിന്മയും സകല ഉപദ്രവങ്ങളും സകല പ്രശ്നങ്ങളും വന്നു. അതിന്റെ പരിണത ഫലം നമുക്കറിയാലോ. ഒരു ഏലിയനേഷനാണ്, എല്ലാ തരത്തിലുള്ള ഒരു ബാലൻസ് തെറ്റലാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ബാലൻസ് തെറ്റിപ്പോയില്ലേ? അതിന്റെ ആത്മീയ പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം. ദൈവത്തെ കണ്ട് ഓടി ഒളിച്ച മനുഷ്യൻ, ഈ ദൈവത്തെ കാണണ്ട എന്ന് പറഞ്ഞ മനുഷ്യൻ, എല്ലാ ആത്മീയ പ്രശ്നങ്ങളും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തിന്മ വഷളാക്കി കളഞ്ഞു. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ, രണ്ട് മനുഷ്യരല്ലേ ഇവിടെ ഉള്ളേ, ഇവര് തമ്മിലുള്ള ബന്ധം അത് വഷളായി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സുരക്ഷിതം നഷ്ടപ്പെട്ട ബന്ധമായി തീർന്നു. അതല്ലേ സാമൂഹിക പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം. ഇനി പ്രകൃതിയിലേക്ക് നോക്കുക. മനുഷ്യന് അനുകൂലമായിരിക്കുന്ന പ്രകൃതി ഇപ്പൊ മുള്ളും അവനെതിരുള്ളതായിരിക്കുന്ന സ്ഥിതികളൊക്കെ മുളപ്പിച്ച് അധ്വാനവും കഷ്ടപ്പാടും മരണവും വേർപ്പും അധ്വാനവും വേദനയും എല്ലാം വന്നില്ല. എല്ലാ ഭൗതിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും രോഗവും കഷ്ടതയും എല്ലാം അതിന്റെ ഫലമായിട്ട് വന്നു. മാത്രമല്ല മാനസിക പ്രശ്നങ്ങളും വന്നു. മനുഷ്യൻ തന്നെ വെറുക്കാനായിട്ട് തുടങ്ങി. അവൻ ഭയപ്പെടുകയാണ് തന്നെ. നാണം തോന്നിയെന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടമായി പോയി. അവന്റെ പ്രശ്നം മനസ്സും അവൻ തന്നെ അവനോട് അന്യപ്പെട്ടു പോയി. മനുഷ്യന്റെ സർവ്വതോമുഖമായിരിക്കുന്ന പ്രശ്നങ്ങളുടെയും കാരണം മനുഷ്യന്റെ പിടിപ്പുകേടാണ്. ദൈവത്തെയും ദൈവവഴിയും ഉപേക്ഷിച്ചാന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ബൈബിൾ മാത്രമല്ല, മനുഷ്യരും അത് സമ്മതിക്കുന്നുണ്ട്. അത് തന്നെ ബൈബിളും പറഞ്ഞിരിക്കുന്നു. ദൈവത്തെയും ദൈവവഴികളെയും ഉപേക്ഷിക്കുന്നതിന്റെ പരിണത ഫലമാണ് തിന്മ. ദൈവം എന്ന് പാപം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദൈവത്തോടുള്ള നോവർച്ചിലാണ്, ദൈവത്തിന്റെ അനുശാസനങ്ങളോട് എതിർ നിൽക്കലാണ്. അതല്ലേ പാപം. അതിന്റെ ഫലമായിട്ടാണ് ജീർണതയും അപജയങ്ങളൊക്കെ വന്നത്. മരണമാണ് ഏറ്റവും വലുത്. ഒരു ഭൂമികളൊക്കെ ആകട്ടെ, പേമാരിയാകട്ടെ, രോഗമാകട്ടെ, കഷ്ടതയാകട്ടെ, അവസാനം ഇതൊക്കെ ഒരു വഴികൾ മാത്രമാണ്. എന്തിലേക്കുള്ള വഴികളാണ്? മരണത്തിലേക്കുള്ള വഴികളാണ്. കർത്താവ് പറഞ്ഞു ശത്രു ചെയ്തു എന്ന് പറഞ്ഞു. ആരാണ് ഈ ശത്രു? പിശാചും അവന്റെ സകല തന്ത്രങ്ങളുമാണ് നമുക്കറിയാം. അതുകൊണ്ട് പാപത്തിന്റെ ദുരന്തങ്ങളുടെ അടിസ്ഥാന കാരണക്കാരൻ ദൈവമല്ല, ദൈവത്തെ ഉപേക്ഷിച്ചതാണ്. ദൈവം വരുത്തിയതല്ല. ദൈവം വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് പാപം വന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 29 മുതൽ വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവർ ദൈവം എന്നോർത്ത് അംഗീകരിച്ചില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവരായി, കൈവിടപ്പെട്ടവരായി തീർന്നു. ദൈവം ഇല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്? സകലതും പോയില്ലേ? സമാധാനം പോയി, സ്വസ്ഥത പോയി, ബന്ധങ്ങൾ പോയി. അവസാനം ജീവന്റെ ഉറവിടമായ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ ജീവനും പോയി. മരണം, അതല്ലേ പാപം. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് സകല പ്രശ്നങ്ങളുടെയും സകല ദുരന്തം, ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, സാമൂഹ്യമാകട്ടെ, മാനസികമാകട്ടെ, എല്ലാ ദുരന്തങ്ങളുടെയും നാശത്തിലേക്ക് നയിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം മനുഷ്യൻ ദൈവത്തെയും ദൈവവഴികളെയും വിട്ട് തള്ളിക്കളഞ്ഞതാണ്. അതാണ് അതിന്റെ കാരണം. മൂന്നാമത്തെ കാര്യം, ദൈവം തിന്മയുടെ സാധ്യതയെ അനുവദിച്ചു എന്നതുകൊണ്ട് ദൈവം തിന്മയുടെ കാരണക്കാരനാകുന്നില്ല. അപ്പൊ ആളുകൾ അന്നേരം ചോദിക്കും, മനുഷ്യർ ചോദിക്കും, അപ്പൊ ദൈവം അനുവദിച്ചിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന്? മനുഷ്യൻ പാപം ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടല്ലേ എന്ന്? ഒരു കാര്യം ഓർക്കേണ്ടത്, അനുവാദം എന്നുള്ളത് അതിൽ തന്നെ കാരണക്കാരനാകുന്നില്ല. അനുവദിച്ച വഴി അതിന് കാരണമായി എന്നതില്ല. അനുവദിക്കാതിരിക്കാമായിരിക്കും, പക്ഷെ അനുവദിക്കാതിരിക്കണോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇപ്പൊ ധൂർത്തപുത്രൻ പിതാവിനോട് ഒന്ന് ചോദിക്കുകയാണ്, എന്റെ സ്വത്തൊക്കെ എനിക്ക് തന്നേരെ, ഞാൻ എന്റെ വഴിക്ക് പോവാന്ന് പറഞ്ഞു. ധൂർത്തപുത്രന്റെ പിതാവ് എല്ലാം വീതിച്ച്, തന്റെ സമ്പത്ത് വീതിച്ച് പകനുണ്ടോ കൊടുത്തു. അവന്റെ വഴിക്ക് പോയി. ആരാ അതിന്റെ കാരണക്കാരൻ? പിതാവ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ബൈബിള് പറഞ്ഞിട്ടില്ല. അവൻ തന്നെയാ കാരണക്കാരൻ. ഇപ്പൊ പിതാവ് അനുവദിക്കണമായിരുന്നോ അനുവദിക്കണ്ടായിരുന്നോ? അതൊരു വലിയ ചോദ്യമാണല്ലേ. അപ്പൊ അനുവദിച്ചതാണ് കുറ്റം എന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രന്റെ പിതാവാണ് ആ മകനെ വഴിതെറ്റിച്ചതിന് കാരണക്കാരൻ എന്ന് പറയേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ ഓർക്കണം, ഇപ്പൊ മക്കളുടെ കാര്യങ്ങളൊക്കെ മാതാപിതാക്കള് ചിലപ്പോൾ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അനുവദിച്ചു കൊടുക്കും. പിതാവാണ് അതിന്റെ കാരണക്കാരനെന്നല്ല. അത് അനുവദിക്കേണ്ട കാലത്ത് അനുവദിച്ചില്ലെങ്കിൽ അവർ മക്കളുടെ വ്യക്തിത്വത്തെ അവര് അംഗീകരിക്കുന്നില്ലെന്ന് എന്റെ അർത്ഥം. ഇപ്പൊ ഇയ്യോബിന്റെ ചില പ്രസ്താവനകള്, അല്ലെങ്കിൽ ചില ദൈവഭക്തന്മാരായ ആളുകളുടെ പ്രസ്താവനകൾ തന്നെ നോക്കിയാൽ അറിയാം.
ദൈവം അനുവദിച്ച കാര്യങ്ങളെ ദൈവം ചെയ്തു എന്ന തരത്തിൽ പറയും. ഇയ്യോബ് പറഞ്ഞല്ലേ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നാം നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. അപ്പൊ ഇയ്യോബിന് വന്നതായിരിക്കുന്ന കഷ്ടതയും തിന്മയും ഒക്കെ പ്രയാസങ്ങളെല്ലാം ദൈവം തന്നതാണ്, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് തന്നതാണെന്നാണ് ഇയ്യോബ് ചിന്തിച്ചത്. പക്ഷെ ആരാ ഇയ്യോബിന് ഈ കഷ്ടതയൊക്കെ കൊടുത്തത്? ദൈവം അനുവദിച്ചു എന്നുള്ളത് ശരിയാണ്, കൊടുത്തതാരാ? കൊടുത്തത് പിശാചാണ്. ദൈവം അനുവദിച്ചു, പക്ഷെ പിശാചാണ് കൊടുത്തത്. പക്ഷെ ഇയ്യോബ് അത് പറയുന്നതിന്റെ കാരണം, ഇയ്യോബ് പിശാചിനെ കാണുന്നില്ലല്ലോ. പിശാചിനെ നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്നുണ്ടെങ്കിലും ഇയ്യോബിന്റെ അടുത്ത് പിശാച് വന്ന് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇയ്യോബിന്റെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇയ്യോബ് ആകെ കാണുന്നത് ദൈവത്തെ ഭക്തനായി നടന്ന ഒരാള് അവസാനം ഈ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ദൈവം തന്നു വന്നു. സത്യത്തിൽ ദൈവം അല്ല വന്നത്. തന്റെ കൃഷി നശിപ്പിച്ചതും മക്കളെ തകർത്ത് കളഞ്ഞതും തന്നെ രോഗിയാക്കിയതും ഒക്കെ പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇയ്യോബ് പറയുമ്പോ തോന്നുന്നു ദൈവത്തിന്റെ കയ്യിൽ നിന്നും. അപ്പൊ ഭക്തനാണെങ്കിലും ദൈവം അല്ല തന്നത്, ദൈവം അനുവദിച്ചിട്ടേ ഉള്ളൂ. നവോമിയുടെ ഒരു വാക്കുണ്ടല്ലോ, നവോമിക്ക് കഷ്ടത വന്ന് തിരിച്ചു വന്നപ്പോൾ പറയുന്നുണ്ട്, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് ചെയ്തു എന്ന് പറഞ്ഞു. സത്യം നമുക്കറിയാം, ആരായി കയ്പായത് ചെയ്തത്? കർത്താവാണോ ചെയ്തേ? നവോമിയുടെ ഭർത്താവും എല്ലാവരും അവരൊക്കെ കൂടി അന്യദേശത്തേക്ക് പോയി. അവിടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നു, അവർ രോഗങ്ങളോ എന്തോ വന്നു, മരിച്ചുപോയപ്പോൾ തിരിച്ചു വന്നു. സർവശക്തൻ, ഇവരുടെ തെരഞ്ഞെടുപ്പില്ല കുറ്റം. സർവശക്തൻ അനുവദിക്കാതിരിക്കാമായിരുന്നു വേണമെങ്കിൽ. അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നൊരു വിഷയത്തിലേക്കാണ് അവിടെ നമ്മൾ വരുന്നത്. ദൈവം അത് അനുവദിക്കണമായിരുന്നോ ഇല്ലയോ എന്ന്. ദൈവം അനുവദിക്കണമായിരുന്നു. അതുപോലെ തന്നെ വേറെയുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ശൗല് മരിച്ചതിനെ പറ്റി പറയുന്ന ഒരു വാക്യമുണ്ട്. യഹോവയോട് അരുളപ്പാട് ചോദിക്കാതിരിക്കാൻ അവനെ കൊന്നു ദാവീദിന് രാജ്യത്വം കൊടുത്തു എന്ന്. ദൈവം അവനെ കൊന്നു എന്ന് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ കൊന്നതാരാ? ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിന് പോയിട്ട് അവിടെ മരിച്ചതാണ് നമുക്കറിയാം. ദൈവം കൊന്നു എന്ന് പറഞ്ഞ എന്താ? ദൈവം അനുവദിച്ചു എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ദാവീദ് ജനത്തെ എണ്ണിയത് ദൈവം തോന്നിപ്പിച്ചു എന്നുള്ള തരത്തിലുണ്ട്, എന്നാൽ സാത്താൻ തോന്നിപ്പിച്ചു എന്നുണ്ട്. ആ തെറ്റ് ചെയ്യാൻ ദൈവം തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കുമോ? അപ്പൊ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് ബൈബിളിൽ പലയിടത്തും ദൈവം ചെയ്തു എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ദൈവത്തിന്റെ അനുവാദം എന്നുള്ള ഒരു കാര്യം ഉണ്ട്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യന്റെ വ്യക്തിത്വം, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തോട് സൃഷ്ടിച്ചപ്പോൾ അതിന്റെ അവിഭാജ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളൊരു കാര്യം. അത് ദൈവത്തിന്റെ സോവറിറ്റിയും മനുഷ്യന്റെ ഫ്രീ വില്ലും എന്നുള്ളതായിരിക്കുന്ന വലിയൊരു ദൈവശാസ്ത്ര വിഷയമാണ്. എന്നാൽ ചുരുക്കത്തിൽ നാം മനസ്സിലാകുന്നത് ദൈവത്തിന്റെ അനുവാദം എന്നുള്ളത് ദൈവം ചെയ്തത് അല്ല. നാലാമത്തെ കാര്യം, ബൈബിളിലെ ദൈവം തിന്മയുടെ ഉപജ്ഞാതാവല്ല, തിന്മയുടെ വിക്ടിമാണ്, തിന്മയുടെ ഇരയാണ് എന്ന സത്യമാണ്. ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന ദൈവചിത്രം തിന്മയെ കൊണ്ടുവരുന്ന, തിന്മയുടെ കാരണക്കാരനായിരിക്കും ദൈവമായിട്ടല്ല. അതിന് വിപരീതമായിട്ട് മനുഷ്യന്റെ വഴിതെറ്റൽ മുഖാന്തരം ലോകത്തിലേക്ക് അതിക്രമിച്ചു കയറിയ തിന്മയുടെ ഇരയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിൽ നമ്മൾ ദർശിക്കുന്നത്. അതായത് മനുഷ്യൻ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് പാപം ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നോ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സാധ്യതയൊക്കെ അറിയാമായിരുന്നു. വേണമെങ്കിൽ ദൈവത്തെ സൃഷ്ടിക്കാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യനായിട്ട് സൃഷ്ടിക്കായിരുന്നു. അങ്ങനെയാണല്ലോ മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. റോബോട്ടുകളെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യനെ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് അവന് അങ്ങനെ മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന പാവകളായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു വെക്കാമായിരുന്നു. വേണമെങ്കിൽ സ്വയമായ തീരുമാനശേഷി ഇല്ലാത്ത ഒരു ഡിസൈൻ അനുസരിച്ച് മാത്രം പോകുന്ന മനുഷ്യനായിട്ട് അങ്ങനെ ഉണ്ടാക്കാമായിരുന്നു. അതൊരു വിചിത്രമായ ഒരു ലോകമാകുമായിരുന്നു. എന്നാൽ മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും ഛായയിലും തീരുമാനശേഷിയുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള, തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വവും അതിന്റെ അനുഗ്രഹവുമുള്ള വ്യക്തികളായിട്ട് സൃഷ്ടിച്ചപ്പോൾ ദൈവം വിഭാവനം ചെയ്ത ദൈവ വ്യക്തിബന്ധം, പരസ്പര ബന്ധം, വ്യക്തിബന്ധം, സാമൂഹ്യ ബന്ധം ഒക്കെയുള്ള ആ അതിമനോഹരമായിരിക്കുന്ന ആ സംവിധാനം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ ഭാഗമാണ് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് ദൈവം വ്യക്തികളായി സൃഷ്ടിക്കാനുള്ള തീരുമാനം ദൈവം എടുത്തപ്പോൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടെ മുൻകണ്ടുള്ള ഒരു തീരുമാനമാണ്. എന്നാൽ ദൈവം ആ തീരുമാനം ചെയ്തപ്പോൾ സംഭവിച്ചെന്തെന്നറിയോ? ആ മനുഷ്യൻ വീണാൽ അതിനുള്ള പരിഹാരവും ഒരുക്കിയ ഒരു ദൈവത്തെയാണ് ബൈബിളിൽ നമ്മൾ കണ്ടത്. മനുഷ്യൻ വീഴാന്ന് മാത്രമല്ല, വീണാൽ അതിനുള്ള പരിഹാരം,
ആ പരിഹാരം എന്തായിരുന്നു? അതാണ് ബൈബിളിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രം. ഇപ്പൊ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ അർത്ഥം എന്താ? കഷ്ടപ്പെടാനുള്ള തീരുമാനമാണ്. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്താൻ മാതാപിതാക്കൾ തീരുമാനിക്കുമ്പോൾ ഉള്ള തീരുമാനത്തിന്റെ അതിന്റെ കൂടെയുള്ള കാര്യം എന്താ? ഉറക്കിളപ്പും പട്ടിണിയും കഷ്ടപ്പാടും ഒരുപക്ഷെ മത്സരികളായിത്തീർന്ന് അവരെ വഹിക്കുന്ന കാര്യവും അവസാനം വരെ അവരെ താങ്ങുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തിരഞ്ഞെടുക്കുന്നേ, അല്ലാതെ സുഖം തിരഞ്ഞെടുത്തിട്ടാണോ? ഏത് കാര്യവും എന്ത് പരിപാടി തുടങ്ങിയാലും, ഒരു സഭ സ്ഥാപിക്കാൻ തുടങ്ങിയാല് ആളുകളെ വിശ്വാസത്തിലേക്ക് സഭയിലേക്ക് വരാൻ ക്ഷണിച്ച അതിന്റെ അർത്ഥം എന്താ? അവരവരുടെ സകല ഭാരം കൊണ്ടും പ്രയാസം കൊണ്ടും വരുന്നേ. വ്യക്തികളെ കൂടെ നിർത്താനുള്ള ഏത് തീരുമാനവും അവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിസ്ക് കൂടിയുള്ള ഒരു കാര്യമാണ്. അത് തന്നെ ദൈവം ചെയ്തത്, അതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം ഈ ദുരന്തങ്ങളിൽ നിന്നും ഈ പ്രയാസങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനല്ല ദൈവം തീരുമാനിച്ചത്. ഈ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവനായിട്ട് കൂടെ നിൽക്കാൻ ഉള്ള തീരുമാനം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ കാര്യത്തിൽ ഉണ്ട്. ഇത് നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് കാണുന്ന എവിടെയാ? കാൽവരി ക്രൂശിലാണ്. നമുക്കറിയാം, അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേലാക്കിയെന്ന് പറയുമ്പോൾ ആ ലോകസ്ഥാപനം മുതൽ അടക്കപ്പെട്ട കുഞ്ഞാട്, ആ സൃഷ്ടിയിൽ തന്നെ മനുഷ്യന്റെ മത്സരത്തിന്റെ പ്രായശ്ചിത്ത യാഗവും കൂടെ അത് ഈ സൃഷ്ടാവായിരിക്കുന്ന ദൈവം തന്നെ ചെയ്യും എന്ന നിലയിലാണ് ദൈവത്തിന്റെ രക്ഷാപരിപാടി. അതുകൊണ്ട് ദൈവം ദുരന്തങ്ങളുടെ നേരത്ത് ഓടി അകന്ന് മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു ജഡ്ജ് എന്നൊരു ദൈവമായിട്ടല്ല ബൈബിളിൽ നാം കാണുന്നത്. ദുരന്തങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന നമ്മോടൊപ്പം അനുഭവിക്കുന്ന ഒരു ദൈവമായിട്ടാണ്. ഫിലിപ്പിയാൻസിയുടെ പ്രസിദ്ധമായ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ, വേദനിക്കുമ്പോൾ ദൈവം എവിടെ? അതിനകത്തൊരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. നാസി തടങ്കൽപ്പാളയങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം എഴുതുന്നത്. തടങ്കൽപ്പാളയങ്ങളിൽ അനുസരിക്കാത്ത ആളുകളെ കൊന്നുകളയുന്ന, തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പാളയത്തില് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെയും, രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രായമുള്ള മനുഷ്യനെയും അദ്ദേഹത്തെ സഹായിച്ച ഒരു ചെറിയ ബാലനെയും ഒരുമിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തി പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. മറ്റ് തടവുകാരെ ഒക്കെ കൊണ്ടുവന്ന് നിരത്തി നിർത്തി അവരുടെ മുമ്പിലാണ് 2 കഴുമരങ്ങളില് അവരെ രണ്ടുപേരെയും തൂക്കിക്കൊല്ലാനായിട്ട് കയറിൽ കഴുമരങ്ങൾ ഉയർത്തിയത്. ഭാരമുള്ള മനുഷ്യൻ ആ കഴുമരത്തിൽ കിടന്ന് അല്പസമയത്തിനകം തന്നെ മരിച്ചുപോയി. എന്നാൽ ആ കുഞ്ഞിന് ഭാരം കുറവായതുകൊണ്ട് ആ കയറിൽ ഇങ്ങനെ അതിന്റെ വേദനിക്കുന്ന ശരീരം ഇങ്ങനെ കിടന്ന് പിടയുന്ന രംഗം ഈ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത്യന്തം ഭീതിജനകമായിരിക്കുന്ന രംഗം കണ്ടപ്പോൾ ഈ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, വേർ ഈസ് ഗാഡ്? ദൈവം എവിടെയാണ് എന്ന് വിളിച്ചു ചോദിച്ചു. തടങ്കൽപ്പാളയത്തിലെ നാസി തടവറകളിൽ ഉണ്ടായിരുന്ന അനേക മനുഷ്യരുടെ ചരിത്രം, അവരൊക്കെ അനേകരും ദൈവവിശ്വാസം തള്ളിക്കളഞ്ഞ് ഒരു ദൈവവും നമ്മുടെ സഹായത്തിന് വരില്ല എന്ന് പറഞ്ഞ് വിശ്വാസം ഉപേക്ഷിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ ഫിലിപ്പിയാൻസി എന്ന മനുഷ്യൻ അതിന്റെ ശേഷം എഴുതുകയാണ്, അദ്ദേഹത്തിന്റെ ആ ക്രിസ്തീയ മനസ്സ് അദ്ദേഹം എഴുതിയാണ്, അല്ല, ദൈവം വിദൂരസ്ഥനായിരുന്നില്ല. ആ സമയത്ത് ദൈവം മറ്റെവിടെയും ആയിരുന്നില്ല. ആ കൊലക്കയറിൽ തൂങ്ങിക്കിടക്കുന്ന, ആ മരണവേദനയിൽ പെടയുന്ന ആ കുഞ്ഞിലായിരുന്നു, ആ കുഞ്ഞിനോടുകൂടി ആയിരുന്നു അപ്പോൾ ദൈവം ഉണ്ടായിരുന്നതെന്ന്. നമ്മുടെ വേദനകളിൽ വേദനിക്കുന്നവനായി, നമ്മുടെ തകർച്ചകളിൽ തകരുന്നവനായി, നമ്മുടെ കണ്ണുനീരിൽ കണ്ണുനീരൊഴുക്കുന്നവനായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിന്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ആ അനുഭവ ചിത്രമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പരസ്യനാളുകളിൽ അവിടുന്ന് നമ്മുടെ കൂടെ ഈ താഴ്ന്ന വേദനയുടെ ദുരിത ഭൂമിയിലൂടെ നടന്ന് അവസാനം കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് മരിക്കുന്നതിന് വേണ്ടി കയറിപ്പോയത്. ക്രിസ്തീയ വിശ്വാസത്തിൽ നാം അത്യുന്നതനായ ദൈവത്തെ ഒരു വേള കാണുമ്പോൾ ആ ദൈവത്തെ നാം കാണുന്നത് നമ്മുടെ ദുരിതങ്ങളോട് അനുരൂപപ്പെടാനായി ഏറ്റവും താഴ്ന്നവരായി ക്രൂശിൽ മരിക്കുന്ന ആ ദൈവമായിട്ടാണ് നാം കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 3:14 ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, അത് മനുഷ്യനെ കാൽവരിയിലെ ക്രൂശിൽ അവനെ പരസ്യമായി ഉയർത്തി നിർത്തി തന്റെ കൈകളെ വിരിയിച്ചു കൊടുത്ത്. എന്തിനാ? മനുഷ്യനെ സ്നേഹിച്ചതിന്റെ വിലയാണത്.
മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ വിലയാണിത്. അതല്ലേ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ബൈബിളിലെ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആകർഷിച്ചത്? ആ ക്രൂസിനെ ഒഴിവാക്കി നിർത്തിയാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ദുരിതബാധിതർ ഈ ദൈവത്തിലേക്ക് ചെല്ലിയല്ലായിരുന്നു. ആ ക്രൂസിന്റെ ചുവട്ടിലേക്കാണ് നമ്മുടെ ദുരിതങ്ങളുടെ കുറ്റബോധവുമായി, ആ കുറ്റബോധത്തിന്റെ അവസാനം മരണഭയവുമായി നമ്മൾ കടന്നു വന്നെങ്ങോട്ടാ? ആ ദുരന്തം അനുഭവിക്കുന്ന ദൈവപുത്രന്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നത്. കർത്താവ് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആകർഷിച്ചത് ആ ദുരിതം അനുഭവിച്ച ദൈവപുത്രനാണ് നമുക്കറിയാം. ക്രിസ്തീയതയിൽ ദൈവം തിന്മ വരുത്തുന്നവനല്ല. നാം വരുത്തി വെച്ച തിന്മ നമുക്ക് വേണ്ടി അനുഭവിച്ച് നമ്മളെ സ്വതന്ത്രനാക്കാനായി ആ തിന്മയുടെ താഴ്ചയിലേക്ക്, വേദനയുടെ ദുരിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമാണ്. 5-ാമത്തെ കാര്യം, ദൈവം തിന്മയുടെ ഭാഗത്തല്ല, അതിന്റെ പരിഹാരത്താണ് നിൽക്കുന്നത്. ബൈബിളിലെ ദൈവം തിന്മയെ സൃഷ്ടിച്ച് തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവരല്ല, തിന്മയ്ക്ക് പരിഹാരം വരുത്തുന്ന അതിന്റെ ഭാഗമായിട്ടാണ്, അവിടെയാണ് ദൈവത്തെ നാം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു കുരുടനായിരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കണ്ണ് കുരുടനായി പിറന്നത് ഇവൻ പാപം ചെയ്തിട്ടാണ്, ഇവന്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടാണോ? കർത്താവ് പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടല്ല, ഇവന്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടല്ല. പിന്നെ കർത്താവ് പറഞ്ഞത് ആര് പാപം ചെയ്തു എന്നല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. ആരാണ് കാരണക്കാരെന്ന് ചികഞ്ഞ് കണ്ടുപിടിക്കലല്ല, എന്താണ് പരിഹാരമെന്ന് അന്വേഷിച്ച് അത് ചെയ്യുന്നതാണ് ദൈവപ്രവൃത്തി. വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ പലരും ആരാണ് കാരണക്കാരനെന്ന് അന്വേഷിക്കുക ചെയ്തത്. ഗവൺമെന്റ് ആണോ? കാലാവസ്ഥാ നിരീക്ഷകരാണോ? അവിടെ കൃഷി ചെയ്ത കൃഷിക്കാരാണോ? പാറ പൊട്ടിച്ച ക്വാറിക്കാരാണോ? ഇതൊക്കെ കാരണക്കാരെ അന്വേഷിച്ചു പോകലാണ്. എന്നാൽ ഇതിന്റെ പരിഹാരം എവിടെ? ദൈവത്തിന്റെ കൈ അവിടെയാണ് നമ്മൾ കാണുന്നത്. ആ കുരുടന്റെ കണ്ണ് തുറന്നതിലാണ് ദൈവത്തിന്റെ ഇടപെടൽ. അവനെ കുരുടനാക്കിയതിലല്ല ദൈവത്തിന്റെ ഇടപെടൽ. ഉരുള് പൊട്ടിച്ചതിലല്ല ദൈവത്തിന്റെ കൈകൾ നമുക്ക് കാണേണ്ടത്. അതിലകപ്പെട്ടവരെ രക്ഷിക്കാനും അധിവസിപ്പിക്കാനും ഓടി നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ, അവരിലാണ് ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി നാം കാണുന്നത്. രോഗം വരുത്തുന്ന വൈറസ് അല്ല ദൈവം, അത് തടയുന്നതിലും അതിലകപ്പെട്ട മനുഷ്യരെ അതിനെ സുഖപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടർമാരിലും മരുന്നിലും ഒക്കെയാണ് ദൈവത്തിന്റെ കൈകൾ നമ്മൾ കാണുന്നത്. അപകടം വരുത്തുന്നതിലല്ല, അത് തടയുന്നതിലും അതിലകപ്പെട്ടവരെ രക്ഷിക്കാൻ ത്യാഗം ചെയ്യുന്നവരിലുമാണ് ദൈവത്തിന്റെ കൈയുള്ളത്. ദൈവം ദുരിതമയക്കുന്നവനല്ല, അതിൽ നിന്ന് കരകയറ്റുന്നവനാണ് ബൈബിളിലെ ദൈവം. മരിപ്പിക്കുന്നവനല്ല, ജീവൻ നൽകുന്നവനാണ്. അല്ല, മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ പ്രാപ്തനായിരിക്കുന്നവനാണ് ബൈബിളിലെ ദൈവം. മരിപ്പിക്കുന്നത് പിശാചാണ്. കഴിഞ്ഞ ദിവസം ബ്ലോഗർ പറഞ്ഞു, ദൈവം പേമാരി ചെയ്യിപ്പിക്കുന്നു, ദൈവം മലയിടിക്കുന്നു, ദൈവം ഉരുള് പൊട്ടിക്കുന്നു, എന്നിട്ട് രക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. ഇങ്ങനെയുള്ള ശക്തികളെ, പേമാരി വേയിപ്പിക്കുന്ന, ഉരുള് പൊട്ടിക്കുന്ന, അതുപോലെ ഇങ്ങനെ ദുരന്തങ്ങൾ വരുത്തുന്നതിനെ ദൈവമെന്ന് വിളിക്കുന്നവരുണ്ടാകാം. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ആ ദൈവമല്ല. ദൈവം നന്മയുടെ ദൈവമാണ്, ദുരന്തങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് തിന്മയെ പരിഹരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നാമും ദൈവത്തോട് കൂടെ നിൽക്കുന്നത് നമുക്ക് ഓർക്കാം. ആളുകൾ പറയും ദൈവശിക്ഷ എന്നൊക്കെ പറയും. ദൈവശിക്ഷ എന്നുള്ളതിനെയും നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ, ദൈവശിക്ഷ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവനെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരാള് എന്നല്ല. അങ്ങനെ ഒരു പോലീസുകാരുടെ ചിത്രമല്ല ദൈവത്തിന്റെ ശിക്ഷ. ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിന്മയോടുള്ള, ദൈവത്തിന്റെ സെറ്റിൽഡ് ആയിരിക്കുന്ന ദൈവ സ്വഭാവത്തിന്റെ എതിരാണ്. തിന്മ സമ്മതിക്കുന്നവരെ ദൈവം. നമ്മൾ പറയുമല്ലോ, വിഷം കഴിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ വിഷം കഴിച്ച് മരിച്ചാൽ മരിക്കും. അതതിന്റെ ഭാവമാണ്. അല്ലാതെ വിഷം കുടിക്കുന്നവനെ കൊല്ലണമെന്നല്ലോ നമ്മൾ പറയുന്നത്. വിഷം കഴിച്ചാൽ മരിക്കും. വിഷം കഴിച്ച് മരിക്കാൻ പോകുന്നവനെ നമ്മൾ കൊല്ലാൻ പോവല്ലോ. എങ്ങനെയെങ്കിലും രക്ഷിക്കാനല്ലേ ശ്രമിക്കുന്നത്? പാപം ചെയ്ത് മരണത്തിലേക്ക് പോകുന്നവനെ, പാപം ചെയ്തതിന്റെ ഭവിഷ്യത്തായിരിക്കുന്ന അതാണ് ദൈവക്രോധം, അതിലേക്ക് പോകുന്നവനെ എങ്ങനെയും രക്ഷിക്കാനായിട്ട് ഓടി വരുന്നവനായിരിക്കുന്ന ദൈവം. മനുഷ്യ നീ എവിടെയെന്ന് ചോദിച്ചു വരുന്നവനായിരിക്കും ദൈവം. ആ ദൈവത്തോടു കൂടെ പ്രവർത്തിക്കാനായിട്ട്, അതിൽ പങ്കാളികളാകാനായിട്ട് കൂടെ നിൽക്കുന്നവരായിരിക്കുന്ന മനുഷ്യര്,
അവിടെയാണ് ദൈവത്തിന്റെ കൈ എന്ന് ഓർക്കണം. തിന്മ വരുത്തുന്നതിലല്ല, തിന്മ പരിഹരിക്കുന്നവരാണ്. ആറാമത്തെ കാര്യം, തിന്മയെ ഇപ്പോൾ തന്നെ പിഴുതു മാറ്റാത്തത് എന്ത്? ഇപ്പൊ തന്നെ ദൈവത്തിന് വേണമെങ്കിൽ തിന്മയൊക്കെ മാറ്റിക്കൂടെ എന്നൊരു ചോദ്യം വന്നാൽ, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അത് പറയുന്നുണ്ട്. ഞങ്ങൾ പോയി പറിച്ചു കളയാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ ചോദിച്ചപ്പോൾ പറയുകയാണ്, ഒരുപക്ഷെ കളപറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്ത് വരെ വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കിട്ടുവാനും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കാനും കൽപ്പിക്കൂ എന്ന് പറഞ്ഞു. തിന്മ ഇല്ലാതെയാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? എങ്ങനെയെങ്കിലും തിന്മ ഇല്ലാതെയാക്കണം. എന്നാൽ ഈ തിന്മ എന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് നീക്കിക്കളയണമെങ്കിൽ ഈ സിസ്റ്റം അപ്പാടെ മാറ്റേണ്ടി വരും. കാരണം ഇന്ന് തിന്മയും നന്മയും ഇടകലർന്ന ഒരു ജീവിതമാണ്. അങ്ങനെ മാറ്റി നിർത്തിയാൽ അത് അസാധ്യമാവണ്ണം ഇത് ഇടകലർന്നാണ് ഇന്ന് ഉള്ളത്. കാരണം പൂർണ്ണമായിട്ട് തിന്മയില്ലാത്ത ആരാ ഉള്ളത്? തിന്മയുള്ളവരൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ മാറ്റണം? എല്ലാവരെയും മാറ്റണം. നന്മയുള്ളവർ ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ അവരിലും തിന്മയുണ്ട് എന്നുള്ളതാണ്. തിന്മയായ കാര്യങ്ങളെല്ലാം മാറ്റുക. പോൾ ബ്രാൻഡ് എന്ന ഒരു ദൈവവിശ്വാസിയായിരിക്കുന്ന ഡോക്ടറാണ് വെല്ലൂര് താമസിച്ച് കുഷ്ഠരോഗത്തെ പറ്റി വലിയ റിസർച്ച് നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടർഫുള്ളി മെയ്ഡ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അതിലുള്ള ഒരു ആശയം ഈ വേദനയെ പറ്റി അവരെ എഴുതുകയാണ്. ഈ വേദന എന്നുള്ളത് സത്യത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ വേദന എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും ഫലപ്രദമായിരിക്കുന്ന സംവിധാനം. ഒരു മുള്ളു കൊണ്ടാൽ വേദന എടുത്തേ പറ്റുള്ളൂ. കുഷ്ഠരോഗം എന്ന് പറയുന്നതാണല്ലോ വേദന ഇല്ലാതെയാകും. നമ്മുടെ സെൻസറി നേർവ്സിനെ അത് ഡാമേജ് ചെയ്തിട്ട് വേദന അറിയാതെയാവും. അതുകൊണ്ടാണ് അത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ ദൈവം ഈ വേദന അങ്ങ് മാറ്റിയാലോ? വേദന അങ്ങ് മാറ്റാൻ പറ്റൂല. ആരും എഴുതിയ പോലെ തീയുടെ ചൂടങ്ങ് മാറ്റിക്കഴിഞ്ഞാല് കൈപൊള്ളിയാലെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയല്ലോ. മേലെ നിന്ന് താഴേക്ക് വീഴുന്നത്, കാല് ഒടിയുന്നത് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ്. എന്നാ പിന്നെ ഗ്രാവിറ്റി വേണ്ടെന്ന് വെച്ചാലോ? ഗ്രാവിറ്റി വേണ്ടെന്ന് വെച്ചാല് ഒരു കാര്യം താഴേക്ക് കൊണ്ടുവരാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഈ തിന്മയും നന്മയും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു വീണ സിസ്റ്റം ആയതുകൊണ്ട് അത് മുഴുവനായി റിപ്പയർ ചെയ്യാതെ, റിന്യൂ ചെയ്യാതെ ഒഴിവാക്കാനായിട്ട് കഴിയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, ലോകാവസാനം വരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് പിഴുതു മാറ്റിയാൽ നല്ല വിത്തും കൂടെ ഗോതമ്പും കൂടെ പിഴുതു പോകുമെന്ന് പറഞ്ഞു. അലക്സാണ്ടർ സോൾഷൻസിന്റെ പ്രസിദ്ധമായ പ്രസ്താവന നമുക്കറിയാമല്ലോ. നന്മയെയും തിന്മയെയും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കുന്ന രേഖ കടന്നു പോകുന്നത് രാജ്യങ്ങളുടെ ഇടയിലൂടെയല്ല, ജനതതികളുടെ ഇടയിലൂടെയല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലൂടെയുമല്ല. അത് കടന്നു പോകുന്നത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലൂടെയാണ്, അല്ല എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലൂടെയാണ്. നന്മയും തിന്മയും മാറ്റിവെക്കാനായിട്ട് കഴിയില്ല. നന്മയും തിന്മയും ഒരുമിച്ചാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തിന്മ ഇപ്പോഴേ മാറ്റിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും മാറ്റിക്കളയുന്നത് പോലെ ആയിരിക്കും. ഈ വീണുപോയ ലോകത്തെ തന്നെ മാറ്റിക്കളയുന്നതായിരിക്കും. അതാണല്ലോ ദൈവം ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കാം. ഏഴാമത്തെ കാര്യം, തിന്മയെ പൂർണ്ണമായും ഇല്ലാതാക്കി നന്മ മാത്രം നിലനിൽക്കുന്ന രാജ്യം ഭാവിയിൽ നടപ്പിൽ വരും. ആളുകൾ പറയല്ലേ ദൈവം ഒന്നും ചെയ്യുന്നില്ല, അള്ളാഹും ശിവനും യേശുവും എല്ലാം വെറുതെ നോക്കി നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ, വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആർമി NDRF-ഉം സന്നദ്ധ പ്രവർത്തകരും മാത്രമേ ചെയ്തിട്ടുള്ളൂ, ദൈവങ്ങളൊക്കെ ചുമ്മാ നോക്കി നിൽക്കുക ചെയ്തതെന്ന് പറയുമ്പോഴ് സത്യദൈവത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് ലഭിക്കാത്തത് കൊണ്ട് അത് പറഞ്ഞതാണ് നമ്മൾ ഓർക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തിന്മയെ ഉന്മൂലനം ചെയ്യാൻ കാര്യമാത്ര പ്രസക്തമായി നിലനിൽക്കുന്നതായി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ, ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ദൈവം തമ്പുരാന് മാത്രമേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് ദൈവം ചെയ്യുന്നതെന്നാണ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ സൃഷ്ടിച്ചു എന്ന മഹാപ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി ഏതാ? വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിൽ നിന്നും അത് വരുത്തി വെച്ച സകല ഭവിഷ്യത്തുകളിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് ദൈവ തേജസ്സോടെ തിന്മയില്ലാത്ത ലോകത്തിൽ എന്നേക്കും ജീവിക്കാൻ ഒരു പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ അതിശയ പ്രവൃത്തിയുടെ പേരാണ് വീണ്ടെടുപ്പ്, രക്ഷ എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. ഇന്ന് സൃഷ്ടി കഴിഞ്ഞല്ലോ, ഇന്ന് ചെയ്യുന്ന ആ ഒരു മഹാകാര്യം ഈ തിന്മയെ ഉന്മൂലനം ചെയ്യുക എന്ന മഹാപ്രവൃത്തിയാണ്.
തിന്മയെ മാത്രമല്ല, അതിന് കാരണക്കാരായിരിക്കുന്ന സകലത്തിനെയും പിശാചിനെയും നശിപ്പിച്ച് നന്മ മാത്രം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി വരും. അതാണ് ബൈബിളിന്റെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ കർത്താവിന്റെ ചെയ്തപ്പോൾ ഉണ്ടായതായിരിക്കുന്ന ആ എല്ലാ പ്രശ്നങ്ങളും കർത്താവിന്റെ രണ്ടാം വരവിൽ ഉന്മൂലനം ചെയ്യും. തിന്മയെ നശിപ്പിക്കുന്നതിൽ ദൈവം പരാജയപ്പെടുകയല്ല, അതിന്റെ പരാജയപ്പെടുകയില്ല എന്നതിന്റെ ഏറ്റവും ഉറപ്പായ തെളിവെന്താണെന്നറിയുമോ? അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദുരന്ത ഭൂമിയിൽ വീണുപോയ മനുഷ്യരെ, മരിച്ചുപോയ മനുഷ്യർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? അവസാനം അവർക്കൊരു നല്ല ശവസംസ്കാരം കൊടുക്കുക. ഇനി നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുന്നവർക്കും മനുഷ്യന് അവസാനം ചെയ്യാൻ പറ്റുന്ന എന്താ? അവർ രോഗിയാകുമ്പോ ചികിത്സിക്കും, സാധാരണ ആശുപത്രി കൊണ്ടുപോകും, പിന്നെ വലിയ ആശുപത്രി കൊണ്ടുപോകും, അവിടെ നിന്ന് കൊണ്ടുപോയി ഇന്റൻസീവ് കെയറിൽ കൊണ്ടുപോകും, അങ്ങനെ വെന്റിലേറ്ററിലൊക്കെ ഒരുപക്ഷെ കൊണ്ടുപോയി കിടത്തിയേക്കാം. അവസാനം മരിച്ചു കഴിയുമ്പോ പിന്നെ എന്താ ചെയ്യാനായിട്ട് കഴിയുക? അവരെ അടക്കുക. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് അവരെ അടക്കുക എന്നുള്ള മഹത്തായ പ്രവൃത്തി. അത്രേ ഉള്ളൂ. അത് വലിയ പ്രവൃത്തിയാണ്. എന്നാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഏതാണെന്നറിയുമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രവൃത്തി, മനുഷ്യനെ മരിക്കാതാക്കുന്ന പ്രവൃത്തി. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അതാണ് ദൈവപ്രവൃത്തി. ആ പ്രവൃത്തി നടക്കാത്തിടത്തോളം കാലം ബാക്കി എന്താ ഉള്ളത്? മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം നിർമ്മാണ പ്രവൃത്തികൾ ചെയ്താലും അവസാനം ഏതാ? ആരുടെ മണ്ണിൽ, ഒരു പിടി മണ്ണിൽ അവസാനിക്കും. മനുഷ്യൻ ഈ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരിയും. കർത്താവ് പറഞ്ഞില്ലേ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. നല്ല കാര്യമാണ്. നമ്മുടെ പ്രവൃത്തി എന്താ? ഉയർപ്പിന്റെ ഒരു സന്ദേശം പറയണം. അതാ ദൈവപ്രവൃത്തി. ലോകത്തിലുള്ള ദൈവത്തിന്റെ പൊതുവായ പ്രവൃത്തി മരിക്കും, മരിച്ചവരെ അടക്കുന്നിടം വരെ നീളുന്ന പ്രവൃത്തികളാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ സവിശേഷ പ്രവൃത്തി ഏതാ? മനുഷ്യനെ മരിക്കാതാക്കുന്ന, ജഡത്തിൽ മരിച്ചാലും എന്നേക്കും ജീവിപ്പിക്കുന്ന നിത്യരാജ്യത്തിൽ നിത്യജീവന്റെ ഉടമകളാക്കി തീർക്കുന്ന ഒരു മഹാപരിപാടി. അതാണ് ദൈവപരിപാടി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ചരിത്ര വീക്ഷണം ശുഭപര്യവസാനിയായ ഒരു വീക്ഷണമാണ്. ദുഃഖമല്ല അവസാനം. ബൈബിൾ വായിക്കുമ്പോൾ ആ ചരിത്രം 3-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയിൽ വീണുപോയ മനുഷ്യന്റെ ചരിത്രം, അങ്ങനെ സുഖ സംമിത്രമായിരിക്കുന്ന ജീവിതം ഇങ്ങ് വന്ന് അവസാനം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ ആളുകളിൽ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന എന്താ? അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് ഈ ദുരിതഭൂമി അത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഈ പഴയ വ്യവസ്ഥിതി അപ്പാടെ മാറ്റി ദൈവം പുതിയത് സ്ഥാപിക്കും. അന്നാണ് തിന്മയും അതിന്റെ കാരണങ്ങളും ഇല്ലാതെയാകുന്നത്. ഈ പ്രവൃത്തിയിലാണ് എനിക്ക് നിങ്ങൾക്കും ദൈവമക്കൾ എന്ന നിലയിൽ പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നെന്ന് നാം മറന്നു പോകരുത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവമല്ലാതെ ദുരന്തഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു സത്യം നമ്മൾ ഓർക്കണം, ദൈവത്തെ അല്ലാതെ ആരെയും ദുരന്തങ്ങളുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. മരണത്തിന്റെ മുമ്പിൽ ദൈവമല്ലാതെ മറ്റാരുമില്ല. ദൈവമുണ്ട് നമുക്ക്. അതാണ് ബൈബിളിന്റെ സന്ദേശം. ദുരന്തങ്ങളിൽ നമ്മൾ ഏകരല്ല, അതിജീവിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു, അതാണ് ദുരന്തങ്ങളുടെ അതിജീവനം. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ദുരന്തങ്ങൾ വരുന്ന ശത്രുവിന്റെ കൂടെയല്ല, പരിഹരിക്കുന്ന ദൈവത്തോടു കൂടെ നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. തിന്മയ്ക്കുമേൽ ആത്യന്തികമായിരിക്കുന്ന വിജയം വരുന്ന ഒരു നിത്യരാജ്യം നമുക്കുണ്ട് എന്നറിഞ്ഞ് സഹിഷ്ണുതയോടെ പ്രത്യാശയോടെ ദുരന്തങ്ങളുടെ ലോകത്ത് നമുക്ക് ജീവിക്കാം. മാത്രവുമല്ല, എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഏതെങ്കിലും ദുരന്തങ്ങൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോകുമെന്ന് അറിയുമ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. മാനസാന്തരപ്പെട്ട് നിത്യജീവൻ സ്വന്തമാക്കാൻ, ഉറപ്പാക്കാൻ നമുക്ക് എല്ലാവരോടും പറയാം. മരിക്കുന്ന മനുഷ്യരോട് പറയാം, എന്തിനു മരിക്കുന്നു? ജീവന്റെ വഴിയും സത്യവും ജീവനുമായവൻ
നമുക്ക് സമീപസ്ഥനാണ്. അവനെ വിശ്വസിച്ച് നമുക്ക് ജീവൻ പ്രാപിക്കാം എന്ന് നമുക്ക് പ്രസംഗിക്കാം, നമുക്ക് പറയാം. അതാണ് ഒരു ദൈവവൈതന്റെ ദൗത്യം. ദുരന്തങ്ങളുടെ മുഖത്ത് നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ ഈ ക്രിസ്തീയ വേദശാസ്ത്രത്തിന്റെ തിരിച്ചറിവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പാപത്താൽ വീഴ്ച വന്ന ലോകത്തില് നമ്മൾ കേട്ടു, ശരിക്കും നമ്മൾ തിന്മകൾ മാത്രം ശേഷിക്കേണ്ട ഒരു ഭൂമിയാണിത്. എന്നാൽ നന്മകളുടെ വെളിച്ചം മറുവശത്ത് ധാരാളമായിട്ട് നമ്മൾ കാണുന്നത് അത് ദൈവത്തിന്റെ വെളിച്ചമാണ് എന്നുള്ള കാര്യം നമ്മൾ കേട്ടു. ഈ ദുരന്ത ഭൂമിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തിന്മയുടെ വശം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ, എന്നാൽ അതിന്റെ മറുവശത്ത് സഹായ മനസ്സുകളുടെ വൻ പ്രവാഹം, അത് നന്മയുടെ ഒരു വെളിച്ചമല്ലേ? അതിന്റെ ഇടയിൽ തന്നെ ഈ ദുരന്ത മുഖത്ത് തന്നെ ഇതിനെ സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ പല റെസ്ട്രിക്ഷൻസും, അങ്ങോട്ട് പോകുന്നതിനൊക്കെ പല റെസ്ട്രിക്ഷൻസും പറയുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് ഇതിന്റെ ഇടയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ മോഷണത്തിനായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊരു ചെറിയ തിന്മയുടെ ഒരു വശം ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ചിന്തിച്ചു നോക്കൂ, പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സഹായത്തിനായിട്ട് സാധനങ്ങളും അവരുടെ അധ്വാനവും ഒക്കെ ആയിട്ട് അവരങ്ങനെ അങ്ങോട്ട് വരുന്നത് അത് ഇത്ര നന്മയുടെ ഒരു വെളിച്ചമാണ്. ദൈവം തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവനല്ല, തിന്മയ്ക്ക് പരിഹാരമായി നമ്മൾ കേട്ടു തിന്മയുടെ ഇരയായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രം നമ്മൾ കണ്ടു. ഈ ദുരന്ത മുഖത്തിന് വലിയ ശതമാനം ഒരു നന്മയുടെ വെളിച്ചം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ദൈവം നൽകിയ വെളിച്ചമാണ് എന്ന് നമുക്ക് ഓർക്കാം. ദുരിതം അയക്കുന്നവനല്ല, കര കയറ്റുന്നവനാണ് ദൈവം. മരിപ്പിക്കുന്നവനല്ല, മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. പ്രത്യാശയുടെ ജീവിതം പ്രദാനം ചെയ്യുന്ന ദൈവം, അതാണ് ക്രിസ്തീയ വീക്ഷണത്തിലെ ദൈവം എന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ കേട്ടു. നന്ദി അറിയിക്കുന്നു.